സുരേഷ് കുമാർ, ശ്രീ CG ആണ്ടവർ, പ്രിയങ്കരനായ ജസ്റ്റിൻ, ഹരി വളരെ എന്നെ സംബന്ധിച്ചൊരു MP എന്ന നിലയ്ക്ക് രാജ്യസഭയിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഹരിയും പിന്നെ ഒരു ചന്തു, വെള്ളായണി ഉൾക്കൊള്ളുന്ന, വെള്ളായണി എന്ന് പറയുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ ഒരു ജലശേഖരമാണ്. തിരുവനന്തപുരത്തെ മുഴുവൻ ഊട്ടുന്ന ഒരു ജലശേഖരമാണ്. എന്നതിൽ നിന്ന് ഇനി വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി ആഗോളതലത്തിൽ തന്നെ വളരെ പ്രശസ്തയാവാൻ പോകുന്ന വെള്ളായണി കായലും വെള്ളായണി കാർഷിക ഗ്രാമവും ഒക്കെ ഉൾപ്പെടുന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ്, ഇപ്പോഴും ആയിരുന്നു, ഈ രാഷ്ട്രീയ വിക്രിയകൾ കൊണ്ടൊരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പഞ്ചായത്താണ്. ചന്തുവും ഹരിയും എന്നെ സംബന്ധിച്ച് ഒരു MP എന്ന നിലയ്ക്ക് നമുക്ക് എൻ്റെ കക്ഷിയുടെ MP എന്ന നിലയ്ക്ക് കേരളത്തിൽ ഒരുപക്ഷെ നിർവഹണത്തിന് ചുക്കാൻ പിടിച്ച 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം പ്രത്യേകതയുണ്ട്. ആവണിശ്ശേരി പഞ്ചായത്ത് ദത്തെടുത്ത കാലം മുതൽ സൂര്യ തുടങ്ങി വെച്ച ഒരു ഒരു ചൈത്രയാത്ര. സൂര്യ ഉണ്ടോ ഇവിടെ? സൂര്യ വന്നിട്ടുണ്ടോ? വരൂ വരൂ വരൂ. എൻ്റെ സീറ്റാണ് ഞാൻ കൊടുക്കുന്നത്, നിങ്ങൾ വിഷമിക്കുന്നു. സൂര്യ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചട്ടമ്പിക്കുട്ടൻ ഹരി, അഡ്വക്കേറ്റ് ഹരി, എല്ലാവരും ഇവിടെ ശക്തമായിട്ടൊരു പക്ഷേ ഒരു രാജ്യസഭാ MP-യുടെ സാന്നിധ്യം വർണ്ണശബളമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. കൂട്ടത്തിൽ തന്നെ സെവിയുമൊക്കെ ഉണ്ട്. സെവിച്ചൻ അല്ലേ? സേവ്യൻ. അങ്ങനെ നിരവധി ഈ ധീവരസഭയിലെയും അതുപോലെ തന്നെ കടലോരത്ത് കടൽ കർഷകരുടെ സംഘങ്ങളുമൊക്കെ വലിയ പിന്തുണയാണ് തന്നിട്ടുള്ളത്. ഞാൻ ആദ്യം 2019 ഇലക്ഷന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള കാശ് കൊണ്ടുവന്നത് നാട്ടികയിലെ കടൽ കർഷകരാണ്. ഇതുമൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു വളരെ ആന്തരികമായ ഒരു കണക്ഷനുണ്ട്. ഇവിടെ കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തുമുള്ള ഗാന്ധിജിയുടെ നാമത്തിൽ നിലകൊള്ളുന്ന ഖാദി പ്രസ്ഥാനത്തിന് മുദ്ര ചാർത്താൻ MP-മാരും MLA-മാരും അതുപോലെ തന്നെ കേന്ദ്ര കൗൺസിലിലും അംഗങ്ങളിലുമൊക്കെ എത്തിയിരിക്കണം എന്ന കർശന നിർദ്ദേശത്തിന് പ്രകാരം ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നയാളാണ് ഞാൻ. അന്ന് ഇവിടെ നിന്ന് ഒരുപക്ഷെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ ഒരു സ്വഭാവം കണ്ടപ്പോൾ എനിക്കിതിനെ തട്ടിച്ച് നോക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ പയ്യന്നൂരിൽ നിലകൊള്ളുന്ന പയ്യന്നൂർ ഖാദി, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു കേന്ദ്രമാണത്. അവിടുത്തെ വിപണന കേന്ദ്രത്തിലാണ് ഞാൻ പോയത്. നിർമ്മാണ കേന്ദ്രം സന്ദർശിക്കാൻ സാധിച്ചില്ല. അതേതാണ്ട് 3-3.5 വർഷം മുമ്പാണ്. അതിമനോഹരമായ വിപണന കേന്ദ്രം, സെയിൽസ് സെൻറ്റർ. അപ്പം അതുമായിട്ടാണ് എനിക്കിതിൻ്റെ ഒരു തിളക്കം എനിക്ക് കൂട്ടിച്ചേർക്കാൻ സാധിച്ചത്. അന്ന് ഇവിടുത്തെ നിലനിൽക്കുന്ന സന്നിഗ്ധാവസ്ഥയെക്കുറിച്ച് ശ്രീ സുരേഷ് കുമാർ വളരെ
വളരെ ദീർഘമായി സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൃദയത്തിൽ തോന്നിയതാണ് അന്ന് ചെയ്തത്. അന്ന് വാഗ്ദാനം നൽകിയത് ഹൃദയമോദി തന്നതാണ് ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതിന് മുനമ്പത്ത് പോയതായാലും ശരി തന്നെ, കരുവന്നൂർ പോയതായാലും ശരി തന്നെ, കൊട്ടിയൂര് അക്ഷയയ്ക്കും അനന്തുവിനും വേണ്ടി പോയതായാലും, കൊല്ലം കൊട്ടിയത്ത് ബെൻസനും ബെൻസിക്ക് വേണ്ടി പോയതായാലും ശരി തന്നെ, ഹൃദയമോദി തന്നതേ ചെയ്തിട്ടുള്ളൂ. അതിൽ മറ്റൊരു കാര്യങ്ങളും നോക്കിയിട്ടില്ല. ഒരുപക്ഷെ ആശാവർക്കർമാർ വീട്ടിൽ ഒന്ന് ഞങ്ങളെ കാണാൻ വന്നാൽ അതിൻ്റെ ഗുണം ഞങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ പോയതെങ്കിലും പിന്നെ ഹൃദയമോദി തന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു രാഷ്ട്രീയ സർക്കസുമില്ല. ആ രാഷ്ട്രീയ സർക്കസ് കളിക്കാൻ എന്നെ ഈ ജന്മം കിട്ടില്ല എന്ന് ഞാൻ ചങ്കത്ത് കൈവച്ചുകൊണ്ടാണ് പറയുന്നത്. അതിൽ വക്രവും വിക്രിയയും കാണുന്നവരൊക്കെ അത് മാത്രമുണ്ട് ജീവിക്കുന്നവരാണ്. അത് ഏത് കൊപ്പത്തം മന്ത്രിയായാലും ശരി തന്നെ. അവരെയൊക്കെ പുച്ഛത്തോടെ തള്ളുന്നു. എനിക്ക് നിർവഹിക്കാനുണ്ട്. എനിക്ക് എൻ്റെ ഭക്തി മാർഗത്തിലൂടെ ദൈവം ഓതി തന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെയാണ് വരുന്നത്. ആ ഹൃദയ നിർവഹണം എനിക്ക് നടത്തിയേ മതിയാവും. ഇപ്പോഴും ഞാനിവിടെ വെച്ച് പറയുന്നു, അന്ന് ആ 40 ലക്ഷം എൻ്റെ മോളുടെ പേരിലുള്ള അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ഏതാണ്ട് 1 മാസം കൊണ്ട് ചില ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ കണക്ക് പറഞ്ഞ കാശ് വാങ്ങിച്ച് സ്ഥിരം പോകാറുള്ള അക്കൗണ്ടിലേക്ക് വന്ന തുകയിൽ നിന്നാണ് ഞാൻ ഏതാണ്ട് ഡിസംബർ മാസം മുതൽ ജനുവരി 1 എണ്ണയിട്ട് ഓടിത്തുടങ്ങണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അന്ന് മുതൽ ഞാൻ സുരേഷ് കുമാറിനെ വിളിക്കുകയാണ്. സാങ്കേതികമായി ഇത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് മന്ത്രി ശോഭ കരന്തലാജെ അവരുടെ മുന്നിലും ഞാൻ പോയിരുന്നു. ഇതിനൊരു അനുമതി വേണമെന്ന്, അങ്ങോട്ട് കാശ് കൊടുക്കുന്നത് സ്വീകരിക്കാം എന്നൊരു അനുമതി ആവശ്യപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് എന്തോ ഒരു വൈരുദ്ധ്യമാണല്ലേ, അങ്ങനെ ആവശ്യപ്പെടേണ്ടി വരും. അപ്പം അത് കുറച്ച് സമയമെടുത്തു. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അവസാനം ഞാൻ കുത്തിന് പിടിച്ചാണ് ഇത് സ്വീകരിപ്പിച്ചത്. അത് തൃശ്ശൂർ എൻ്റെ MP-യുടെ നാമത്തിൽ ഒരു ഓഫീസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആദ്യം പോകുന്ന ചെക്ക് ഈ ഖാദിയിലേക്കായിരിക്കണമെന്നുള്ള നിശ്ചയം. അന്നത് സുരേഷ് കുമാർ അതിശക്തമായ പനിയെ അവഗണിച്ച് ഓഫീസിൽ, വീട്ടിൽ ചെന്നോളാമെന്നാണ് ഞാൻ പറഞ്ഞത്, ഓഫീസിൽ വന്നിരുന്ന് സീല് വെച്ച് ഒപ്പിട്ടത് സ്വീകരിച്ചു എന്നുള്ളത് ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളുടെയും കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണ്, അവരുടെ അവകാശമാണെന്നാണ് ഞാൻ കരുതുന്നത്.